ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശംഭരൻ. അമേരിക്ക ഇസ്രയേൽ സംയുക്ത വ്യോമാക്രമണത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടു. രാജ്യത്തെ തിരിച്ചുപിടിക്കാൻ ഇറാനിയൻ ജനതയ്ക്ക് ലഭിച്ച ഏറ്റവും വലിയ അവസരമാണിതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. ഇറാന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും പ്രകോപനമുണ്ടായാൽ അതിശക്തമായ തിരിച്ചടിയുണ്ടാകുമെന്നും ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഖമനേയിയുടെ മരണത്തിന് തങ്ങൾ ശക്തമായ മറുപടി നൽകുമെന്ന ഇറാനിയൻ നേതൃത്വത്തിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ട്രംപിന്റെ പ്രതികരണം. ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ ഇറാന്റെ സൈനിക മേധാവിയും പ്രതിരോധ മന്ത്രിയും കൊല്ലപ്പെട്ടതായി ഇറാൻ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇറാൻ പ്രതിരോധ കൌൺസിൽ യോഗത്തെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണത്തിൽ ജനറൽ അബ്ദുൽ റഹീം മൌസവി, പ്രതിരോധ മന്ത്രി ജനറൽ അസീസ് നസീർസാദെ എന്നിവരും അർദ്ധ സൈനിക വിഭാഗത്തിന്റെ തലവനും സുരക്ഷാ ഉപദേഷ്ടാവുമായ അലി ഷംഖാനിയും കൊല്ലപ്പെട്ടു. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് ഇന്ത്യൻ എംബസികൾ പൌരന്മാർക്കായി നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. ഇസ്രയേലിലുള്ള ഇന്ത്യൻ പൌരന്മാർ സമയബന്ധിതമായ സഹായവും ആശയവിനിമയവും സാധ്യമാകുന്നതിന് IND@embassy.israel.gov.in എന്ന വിലാസത്തിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് ഇസ്രയേലിലെ ഇന്ത്യൻ എംബസി ആവശ്യപ്പെട്ടു. ഇറാനിലെ ഇന്ത്യൻ പൌരന്മാർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ടെഹ്റാനിലെ ഇന്ത്യൻ എംബസിയും നിർദ്ദേശിച്ചു. UAE, സൌദി അറേബ്യ, ഖത്തർ, കുവൈറ്റ്, ബഹ്റൈൻ, ജോർദാൻ, സിറിയ, പലസ്തീൻ എന്നീ രാജ്യങ്ങളിലെ ഇന്ത്യൻ എംബസികളും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ നിലവിൽ കഴിയുന്ന വിദേശ പൌരന്മാർക്ക് വിസ കാലയളവ് നീട്ടലടക്കമുള്ള സേവനങ്ങൾക്കായി മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി വിദേശകാര്യ മന്ത്രാലയം. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യം കണക്കിലെടുത്താണ് നടപടി. പശ്ചിമേഷ്യൻ മേഖലയിലേക്കുള്ള വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവച്ചതായി എയർ ഇന്ത്യ അറിയിച്ചു. വിമാനങ്ങളുടെ തൽസ്ഥിതി എയർ ഇന്ത്യയുടെ വെബ്സൈറ്റിൽ പരിശോധിക്കാനാകും. തിരുവനന്തപുരം, കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളങ്ങളിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള മുഴുവൻ വിമാനങ്ങളും റദ്ദാക്കിയിട്ടുണ്ട്. പാകിസ്ഥാനിലെ കറാച്ചിയിൽ പോലീസും പ്രതിഷേധക്കാരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 6 പേർ കൊല്ലപ്പെട്ടു. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി US ഇസ്രയേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഷിയ സമുദായത്തിൽ നിന്നുള്ളവർ US കോൺസുലേറ്റിലേക്ക് മാർച്ച് നടത്തുന്നതിനിടെയാണ് സംഘർഷമുണ്ടായത്. സംഘർഷ സാഹചര്യത്തിൽ പ്രവാസി മലയാളികൾക്കായി നോർക്ക റൂട്ട്സ് ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം ആരംഭിച്ചു. പശ്ചിമേഷ്യൻ മേഖലയിൽ നാളെ നടക്കാനിരുന്ന 10+2 ക്ലാസ് പരീക്ഷകൾ മാറ്റിവെക്കുമെന്ന് CBSE അറിയിച്ചു. ബഹ്റൈൻ, ഇറാൻ, കുവൈറ്റ്, ഒമാൻ, ഖത്തർ, സൌദി അറേബ്യ, UAE എന്നിവിടങ്ങളിലെ നിലവിലെ സാഹചര്യം കണക്കിലെടുത്താണ് തീരുമാനമെന്ന് ബോർഡ് വ്യക്തമാക്കി. പുതിയ തീയതികൾ പിന്നീട് പ്രഖ്യാപിക്കും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ കേരള സന്ദർശനം തുടരുന്നു. തൃശൂരിൽ ഇന്ന് പരിസ്ഥിതി സൌഹൃദ സംഗീത ക്യാമ്പസായ ചേതന ഗാനാശ്രമത്തിന്റെ ശിലാസ്ഥാപനം അദ്ദേഹം നിർവഹിച്ചു. ഇന്ത്യയുടെ യോഗയും സംഗീതവും രാഷ്ട്രീയത്തിനും അതിർത്തികൾക്കും അതീതമായാണ് ലോകരാഷ്ട്രങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നതെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. ഇന്ന് പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷത്തിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. രാജ്യമെമ്പാടും ഏറ്റവും മികച്ച അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കുന്നതിൽ പ്രത്യേക പ്രാധാന്യം നൽകി വരുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പുതുച്ചേരിയിൽ 2700 കോടി രൂപയിലധികം വിലമതിക്കുന്ന വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. തമിഴ്നാട്ടിലെ മധുരയിൽ 4400 കോടിയിലധികം രൂപയുടെ അടിസ്ഥാന സൌകര്യ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി അല്പസമയത്തിനകം തുടക്കമിടും. മധുരയിൽ NDAയുടെ റാലിയെയും ശ്രീ മോദി അഭിസംബോധന ചെയ്യും. സംസ്ഥാനത്ത് ഈ വർഷം ജനുവരി 1-ന് 18 വയസ്സ് പൂർത്തിയായിട്ടും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ സമയത്ത് പേര് ചേർക്കാൻ സാധിക്കാത്തവർക്ക് പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം. voters.eci.gov.in എന്ന വെബ്സൈറ്റിലൂടെയോ ECI നെറ്റ് മൊബൈൽ ആപ്പ് വഴിയോ ബന്ധപ്പെട്ട ബൂത്ത് തല ഓഫീസർ വഴിയോ അപേക്ഷിക്കാം. തിരഞ്ഞെടുപ്പിനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി വരെയാണ് പേര് ചേർക്കാൻ അവസരമുള്ളത്. നാഗ്പൂരിലെ റൌൾഗാവിൽ ഒരു വ്യാവസായിക കേന്ദ്രത്തിലുണ്ടായ സ്ഫോടനത്തിൽ 17 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. നിരവധി പേർക്ക് പരിക്കേറ്റു. സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തി. അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ട തൊഴിലാളികളുടെ കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സെമി കണ്ടക്ടറുകൾ, ഇലക്ട്രോണിക് നിർമ്മാണ മേഖല എന്നിവ ഇന്ത്യയുടെ അടുത്തഘട്ട വളർച്ചയ്ക്ക് വഴിയൊരുക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഗാന്ധിനഗറിൽ ഗുജറാത്ത് സെമി കണക്ട് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും പാരസ്പര്യത്തിന്റെയും കേരള മാതൃക ലോകം കണ്ടറിഞ്ഞുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കുള്ള സർക്കാർ ടൌൺഷിപ്പിന്റെ ആദ്യഘട്ട ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30-ന്.